സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ ധാരാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ധാരാപുരത്തെ ബേക്കറി ഉടമയായ ഭാസ്കറിന് ഭയങ്കരമായിട്ടുള്ള ദുഃഖം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ബിസിനസ്സൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു കുടുംബം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 29 വയസ്സായി, കൂട്ടുകാരെല്ലാവരും വിവാഹം കഴിച്ച കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുമ്പോഴേ തനിക്ക് മാത്രം ഇതുവരെ ഒരു കുടുംബം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ദുഃഖത്തിലാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാസ്കറിൻ്റെ ജാതകത്തിൽ ചില ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും പെണ്ണ് കൊടുക്കാൻ തയ്യാറല്ല. പൈസയൊന്നും അല്ലല്ലോ, മനുഷ്യൻ്റെ ജീവനല്ലേ വലുത്. അങ്ങനെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇപ്പോഴിഷ്ടംപോലെ സൈറ്റില്ലേ, ഏതെങ്കിലും ഒരു സൈറ്റിൽ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേണായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും, ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ള ആരെങ്കിലും വരട്ടെ എന്നുള്ളതിൽ ഒരു ഇതിൽ പോയിട്ട് അവർ രജിസ്റ്റർ ചെയ്യുകയാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിർത്താതെ ബെല്ലടിക്കുകയാണ് ഫോണ്. അപ്പോഴാണ് ഭാസ്കർ ഉണർന്നത്. ഉണർന്ന് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അറിയാത്ത നമ്പറാണ്. 2-3 കോള് വന്നിട്ടുണ്ട്. ഏതായാലും അതും മിസ് കോളായിട്ട് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാസ്കർ തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പേര് സന്ധ്യ എന്നാണ്, എനിക്ക് 28 വയസ്സുണ്ട്, ഇങ്ങനെ ഒരു ഇതിൽ രജിസ്റ്റർ ചെയ്തിനല്ലോ, അവിടെ നിന്നാണ് നമ്പർ കിട്ടിയത് എന്നാണ് ഭാസ്കറിനോട് പറഞ്ഞത്. അങ്ങനെ രണ്ടുപേർക്കും ഇന്ന ഒരു കോഫി ഷോപ്പിൽ കാണാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തിരുപ്പൂരിലുള്ള ഒരു പ്രശസ്തമായ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അവിടെ വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി. പക്ഷെ ഒരു പ്രശ്നമുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ അനാഥയാണ്, അതായത് എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരാൻ ആരുമില്ല, ഒരമ്മ മാത്രമേ ഉള്ളൂ, അമ്മയാണെങ്കിൽ തളർന്നു കിടക്കുകയാണ്, അപ്പോൾ ബന്ധുക്കൾ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാസ്കറിന് ഭയങ്കര വിഷമമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാസ്കറിൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല, അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഭാസ്കറിന് ആകെ ഒരു വിഷമമായി. എന്ത് ചെയ്യും? ഇതാണെങ്കിൽ എനിക്ക് വിടാനും കഴിയുന്നില്ല, കാരണം നല്ല സ്റ്റൈലുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കല്യാണമാണ്, ഒരു കുഴപ്പവുമില്ല. കാരണം തനിക്കും വയസ്സായിട്ടില്ല, 28 വയസ്സും 29 വയസ്സും, അതൊന്നൊരു കുഴപ്പമല്ല. ഏതായാലും ഭാസ്കർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അതിന് സന്ധ്യ സമ്മതിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും 2024 ജനുവരിയിൽ പോയിട്ട് പഴനിയിൽ വെച്ചിട്ട് രഹസ്യമായിട്ട് കല്യാണം കഴിക്കുകയാണ്. കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാസ്കറിൻ്റെ ബേക്കറിയുടെ അടുത്ത് തന്നെ ഒരു വീടെടുത്ത് രണ്ടുപേരും താമസവും തുടങ്ങി. അങ്ങനെ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഭാസ്കറിൻ്റെ വീട്ടുകാർ ഇതറിഞ്ഞു. വീട്ടുകാർ അറിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും അതുപോലെ അമ്മാവന്മാരും ഒരു 3-4 വണ്ടി അതാ വരുന്നു. എല്ലാവരും ചേർന്ന് നേരെ ഭാസ്കർ താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ മരുമകളെ കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞ ഭാസ്കറിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ളതാണ്. ഭാസ്കറിനോട് ചോദിച്ചു, നീ എന്തിനീ പണി ചെയ്തു? നിനക്ക് ഞങ്ങളോട് പറഞ്ഞാൽ പോരായിരുന്നോ? നിനക്കൊരു പെണ്ണ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എവിടെയെല്ലാം വഴിപാടുകൾ ചെയ്തു, അത് അനാഥയായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഭാസ്കറിനെയും അതുപോലെ തന്നെ ഈ സന്ധ്യയെയും നേരെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്. അനാഥയല്ലേ, അതുകൊണ്ട് തന്നെ വല്ല സ്വർണവും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഈ ഭാസ്കറിൻ്റെ അമ്മ ഒരു 15 പവൻ്റെ സ്വർണം സന്ധ്യയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ സന്ധ്യയ്ക്കും വളരെ സന്തോഷമായി. അങ്ങനെ ഇവർ പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോയി. അവിടെയും ഒരു 50,000 രൂപയോളം അവിടെയും ഭാസ്കറിന് ചിലവായി എന്നുള്ളതാണ്. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഭാസ്കർ നേരെ ബേക്കറി തുറക്കാൻ പോകും. അപ്പോഴാണ് അമ്മ പറയുന്നത്, അതായത് ഈയിടെയായിട്ട് മരുമകളുടെ സ്വഭാവം അത്ര ശരിയല്ല, മരുമകൾക്ക് ഒരുപാട് ഫോൺ കോൾസ് വരുന്നുണ്ട്. മിക്കപ്പോഴും എന്ന് പറഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് സംസാരിക്കുന്നു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുറത്തു പോയിട്ട് സംസാരിക്കുന്നു. ഇതൊക്കെ ഒരു ദിവസം മകനോട് പറഞ്ഞു. മകൻ പറഞ്ഞു ആരെങ്കിലും വിളിക്കുന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴേ മകനും ഒരു ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. സന്ധ്യയോടിനെ ചോദിച്ചു, നീ ആരെയാണ് ഇങ്ങനെ ഫോൺ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയാണ്. നിനക്ക് കൂട്ടുകാരിയുണ്ട് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, എനിക്ക് ഇങ്ങനെ അറിയുന്ന ഒരു ചേച്ചിയുണ്ട്, അവരെയാണ് ഫോൺ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കി. ഏതായാലും ഭാസ്കർ അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ഭാര്യയല്ലേ, കല്യാണം കഴിഞ്ഞ് 3-4 മാസമല്ലേ ആയുള്ളൂ, അതുകൊണ്ട് തന്നെ അത് കാര്യമാക്കി എടുത്തില്ല എന്നുള്ളതാണ്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാസ്കർ ബേക്കറിയിലേക്ക് പോയി കഴിഞ്ഞാൽ സന്ധ്യ രാവിലെ തന്നെ ഇറങ്ങും. സന്ധ്യ പിന്നീട് വരുന്നത് വൈകുന്നേരമാണ്. ഇതും അമ്മ ഭാസ്കറിനോട് പറഞ്ഞു. ഒരു ദിവസം ഭാസ്കർ ചോദിച്ചു, നീ എവിടെയാണ് പോകുന്നത്? എനിക്കറിയണം, നീ എൻ്റെ ഭാര്യയാണ് എന്ന്. അപ്പോഴാണ് ശരിക്കും സന്ധ്യയുടെ സ്വഭാവം മാറിയത്. സന്ധ്യ പറഞ്ഞു, എനിക്ക് നിന്നെ താല്പര്യമില്ല, നീ ഒരു കാര്യം ചെയ്യൂ, എന്നെ ഡിവോഴ്സ് തന്ന് ഒഴിവാക്കൂ,
ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സന്ധ്യ അങ്ങ് ചൂടാവുകയാണ്. അതിനുശേഷം ഭാസ്കറും നല്ല രീതിയിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്വർണം ഇവിടെ വെച്ചിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിൻ്റെ സ്വർണമോ? ഏത് സ്വർണം? അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ സന്ധ്യ ഒരുപാട് പൈസ, അതായത് അതിൽ ഒരു ബാങ്ക് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യേൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണുള്ളത്. അതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഏകദേശം 2-3 ലക്ഷം രൂപ സന്ധ്യ പിൻവലിച്ചിട്ടുണ്ട്, പല സാധനങ്ങളും വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്. ഭാര്യയല്ലേ ചോദിക്കുന്നത്, ഇഷ്ടംപോലെ പൈസയുണ്ട്, അതുകൊണ്ട് തന്നെ ഭാസ്കർ കൊടുക്കുകയും ചെയ്തു, ഒരു സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് പറയുന്നത്, അതായത് നമ്മുടെ ബെഡ്റൂം വീഡിയോ ഇതിൻ്റെ അകത്തുണ്ട്, ഇത് ഞാൻ പബ്ലിഷ് ചെയ്യും എന്ന് പറയുകയാണ്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാസ്കറിന് പേടിയായി തുടങ്ങി. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ രാവിലെ തന്നെ സന്ധ്യ പോയിട്ട് അന്ന് ഭാസ്കർ എവിടെയും പോയില്ല, ബേക്കറി തുറക്കാനൊന്നും പോയില്ല. ജോലിക്കാരോട് പറഞ്ഞു എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഷെൽഫ് തുറന്നു, കാരണം എന്താ വെച്ചാൽ ഈ ATM കാർഡൊക്കെ അവിടെ ഉണ്ടോ എന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഷെൽഫ് തുറന്നപ്പോഴാണ് ഒരു ആധാർ കാർഡ് അവിടുന്ന് കിട്ടുന്നത്. ആ ആധാർ കാർഡിൽ എന്ന് പറഞ്ഞാൽ സന്ധ്യയുടെ ഫോട്ടോയാണ്, പേര് നോക്കുമ്പോഴേക്കും സത്യ എന്നാണ്. അതുപോലെ തന്നെ വയസ്സ് കണ്ടപ്പോഴാണ് ശരിക്കും ഭാസ്കറിൻ ഞെട്ടിപ്പോയത്. 45 വയസ്സ്, ഭർത്താവിൻ്റെ പേര് അരുണ് എന്നും കൂടി കൊടുത്തപ്പോൾ ശരിക്കും ഭാസ്കറിൻ്റെ ബോധം പോയി എന്നുള്ളതാണ്. അങ്ങനെ ഭാസ്കർ ഇതും പിടിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി, അവിടെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെ പോലീസുകാർ അന്വേഷിക്കാൻ വരുമ്പോഴേക്കും സന്ധ്യ മുങ്ങിയിരുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസമാണ് സന്ധ്യയെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ സന്ധ്യയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് മൊബൈൽ പരിശോധിച്ചപ്പോഴാണ് 52 പേരുടെ ബെഡ്റൂം സീനുള്ള വീഡിയോ ഉണ്ട് സന്ധ്യേൻ്റെ കയ്യിൽ. അതായത് 52 പേരെ ചീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പോൾ 52 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഓഫീസർമാരുണ്ട്, അതുപോലെ ഗവൺമെൻറ് ജീവനക്കാരുണ്ട്, ഇതുപോലെ ബിസിനസ്സുകാരുണ്ട്. അതിൽ ലാസ്റ്റിലത്തെ ബിസിനസ്സുകാരനാണ് ബേക്കറിക്കാരനായ ഭാസ്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അതും 29 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് 45 വയസ്സായ തള്ളയെയാണ്. 25 വയസ്സായ മകളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ധ്യയ്ക്ക്. അതാണ് ഏറ്റവും ഭയങ്കരമായി ഞെട്ടിപ്പോയത്. 25 വയസ്സായ മകള് പഠിക്കാനായിട്ട് ഒരു ഹോസ്റ്റലിൽ നിന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭാസ്കറിന് ശരിക്കും ഭയങ്കരമായിട്ട് വിഷമായി. അങ്ങനെ ഭാസ്കർ മാത്രമേ പരാതി കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ഭാസ്കറിൻ്റെ പരാതിയിൽ മാത്രമാണ് പോലീസ് കേസെടുത്തത്. ബാക്കി എല്ലാവരെയും വിളിപ്പിച്ചു. അതിലെന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസർ, DYSP, അതുപോലെ SI ഉണ്ട്, സർക്കിളുണ്ട്, കോൺസ്റ്റബിൾ ഉണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യയെ വിവാഹം കഴിച്ചവരാണ്. വിവാഹം കഴിച്ച് രഹസ്യമായി താമസിപ്പിച്ചവരാണ്. 5-6 മാസം കഴിഞ്ഞാൽ സന്ധ്യ ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസയും അതുപോലെ തന്നെ സ്വർണവും വാങ്ങിച്ചു സ്ഥലം വിടുകയാണ് പതിവ്. അങ്ങനെ സന്ധ്യയെ ചോദ്യം ചെയ്തു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സന്ധ്യയുടെ വിവാഹം കഴിഞ്ഞത് 19ാമത്തെ വയസ്സിലാണ്. അതും ഒരു ഒളിച്ചോട്ടമായിരുന്നു. അരുണ് എന്ന് പറയുന്ന അയൽവാസിയുമായിട്ട് 2 പേരും തമ്മിൽ ഒളിച്ചോടി വന്നതാണ്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകളുണ്ടായി. മകൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അരുണ് തൊട്ട അയൽവക്കത്തുള്ള ഒരു യുവതിയുമായി പ്രണയത്തിലായിട്ട് അവരുമായിട്ട് ഒളിച്ചോടുന്നത്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യയുടെ ജീവിതം ദുരിതപൂർണമായി. മകളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് സന്ധ്യ വീട്ടുജോലിക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ വീട്ടിലായിരുന്നു ജോലി. അയാൾ സന്ധ്യയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിക്കുകയാണ് അവിടെ വെച്ചിട്ട്. അങ്ങനെ സന്ധ്യ പറഞ്ഞു, എന്നെക്കാട്ടിയും സുന്ദരിയല്ലേ സാറിൻ്റെ ഭാര്യ, എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല എനിക്ക് നിന്നെയാണ് വേണ്ടത്, നിന്നെയാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോഴേ അയാളോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെ നോക്കുമോ എന്നൊക്കെ ചോദിച്ച് അയാളെ കല്യാണം കഴിക്കുന്നു. അതായത് ആ ഭാര്യ അറിയാതെ അയാളുമായിട്ട് താമസിക്കുകയാണ് മറ്റൊരു സ്ഥലത്ത്. അങ്ങനെ അവിടെ താമസിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേ അയാളുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയും കുറേ സ്വർണവും കൈക്കലാക്കി. അതിനുശേഷം അവിടെ നിന്നും മുങ്ങുകയാണ്. അപ്പോൾ ഇയാൾ ഇതുപോലെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ വീഡിയോ കാണിച്ചു. പിന്നെയാണ് ഒരു DYSPയെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ നിരവധി പേരെ കല്യാണം കഴിക്കുകയാണ്. ഈ 45 വയസ്സിനിടയിൽ നിരവധി പേരെ കല്യാണം കഴിച്ചു. എല്ലാവരെയും ഇതുപോലെ പൈസ പറ്റിച്ചു എന്നുള്ളതാണ്. പിന്നീട് അങ്ങനെ പോലീസ് സന്ധ്യയെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. പിന്നീട് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഭാസ്കർ മാത്രമാണ് ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും വളരെ സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള തട്ടിപ്പുകളാണ്.
പെണ്ണ് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്, തട്ടിപ്പിനായിട്ട് തട്ടിക്കൂട്ടുന്ന ഒരുപാട് സൈറ്റുകളുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. കല്യാണം കഴിച്ചില്ലെങ്കിൽ കല്യാണം കഴിച്ചില്ല എന്നേ ഉള്ളൂ. വെറുതെ എന്തിനാണ് ഇതുപോലെയുള്ള ഏടാകുളത്തിൽ പോയി ചാടുന്നത്? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും തമിഴ്നാട്ടിൽ കഴിഞ്ഞ 6 മാസമായിട്ട് ഈ സന്ധ്യ എന്ന് പറയുന്ന സത്യയുടെ കേസാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.